ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു CDC. അപ്പൊ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുമ്പം ഒരു പുതിയ പടമാണെന്ന് പറയാം ആണ്. അപ്പം ആ പടത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് റിവീൽ ചെയ്യാൻ ജനീലെ പറയും. ഇൻ 3, 2, 1 ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവളുടെ ആ സിനിമ സൂപ്പറായിരുന്നു. ഞങ്ങൾ ആദ്യം എക്സൈറ്റഡ് ആയിരുന്നു. എന്നുവെച്ചാൽ എങ്ങനെ ആ സ്റ്റോറി ആദ്യം തുടങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങളത് കാണാൻ പോകുന്ന സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ചുമ്മാ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലോക ഞങ്ങളെല്ലാവരും കണ്ടെന്ന്. അപ്പം ഞാനാണെങ്കിൽ എനിക്കും ലോക കാണണമല്ലോ, എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം എന്നുവെച്ചാൽ ഇന്നലെ സാറ്റർഡേ എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു നമ്മൾ ലോക കാണാൻ പോവാ. അങ്ങനെ 4:30 ആയപ്പോഴായിരുന്നു തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ 3:30 റെഡിയാക്കി ഇറങ്ങി. ഞങ്ങൾ കാറി വെച്ച് ഫുൾ ടൈം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡ് ആയപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തു, എന്നിട്ട് എത്തിയില്ല. വെളിയിലൊക്കെ നോക്കും എപ്പോൾ എത്തുമെന്ന്. എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ എത്തി കഴിഞ്ഞപ്പം ജനീലയാണെങ്കിൽ ഓടി കയറുമായിരുന്നേ. ഓടി കയറി കഴിഞ്ഞപ്പം സിനിമ നമ്മൾ നേരത്തെ ആയിരുന്നു. അപ്പം ഗേറ്റിലൊന്ന് തുറന്ന് ഞങ്ങൾ കയറിയപ്പം നമ്മൾ ഇവിടെയാണോ കാണാൻ പോകുന്നതെന്ന് ഏതോ ഇമാജിനേറ്റീവ് വേൾഡിൽ കയറിയ പോലെ. അപ്പം ജനീല അത് കണ്ടപ്പം ജനീലയ്ക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾക്ക് വയലൻസ് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം അവൾ കൊച്ചുകുട്ടിയായോണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കോഷനായിരിക്കുക. കാരണം അവർക്ക് അങ്ങനെ വയലൻസ് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷെ വയലൻസ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ പിന്നെ ഓക്കെ ആയിരിക്കും, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇത് 16+ ആണ്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടെ. ഞാൻ 16 അടുത്ത് പോലും അല്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. കാരണം എനിക്ക് അങ്ങനത്തെ വയലൻസ് പോലത്തെ മൂവീസ് ഇഷ്ടമാണ്. ഞാൻ അതിന് ഒരു റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ 9.8 ആണ്. ആ 0.2 പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക, സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ല. അതിൻ്റെ മിസ്റ്ററി ആയിട്ട് വെക്കുന്ന ഇഷ്ടമല്ല. എനിക്കങ്ങനെ കണ്ടിന്യൂസ് ഒരു മൂവി ആയിട്ട് പോകണം. ഇതിപ്പോൾ ചാപ്റ്റർ 1 അല്ലേ, ഇപ്പോൾ അടുത്ത ചാപ്റ്റർ 2 ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചാപ്റ്റർ 2-ന് വേണ്ടി ഇനി ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ എന്നൊരു സങ്കടം പോലത്തെ. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ആ 0.2 കുറഞ്ഞത്. പക്ഷെ സ്റ്റിൽ നല്ല സൂപ്പറായിരുന്നു. എല്ലാവരുടെയും ആക്ടിങ് സൂപ്പറായിരുന്നു. എനിക്ക് എല്ലാ ആക്ടിങ്ങും ഇഷ്ടപ്പെട്ടു, എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇഷ്ടപ്പെട്ടു. അവർ പ്ലേ ചെയ്യുന്ന റോള് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പ്രത്യേകം കണ്ടു നോക്കുക. PVR ഐനോക്സിൽ കാണണേ, മറ്റേ വലിയ ബിഗ് സ്ക്രീനിൽ. നല്ല സൂപ്പറാണ്. അവർ നെറ്റ്ഫ്ലിക്സിലൊന്നും ഇറങ്ങിയിട്ടില്ല, അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത്. പക്ഷെ തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതപ്പം ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇന്നലെ അത് കണ്ടിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെ വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ ഇറങ്ങി തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയി കാണണം, അല്ലേ 9:30 ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് ആസ്വദിച്ചായിരുന്നു വന്ന്. അവള് വേറെ ജനീലയാണെങ്കിൽ ഇപ്പോൾ വിചാരിക്കുക ഈ ചേച്ചി എന്താ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന്. കാരണം എന്തറിയോ, ഞാൻ ആ സ്റ്റോറീനെ കുറിച്ച് പറയുമ്പം അതിനെ റിവ്യൂ ചെയ്യുമ്പോൾ എനിക്കെന്തോ എക്സൈറ്റഡ് ആവുക. എന്തിനാണെന്ന് എനിക്ക് വല്ല അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഞങ്ങളപ്പം PVR പോയി ലോക കണ്ടത്. അപ്പോൾ